Hi friends, welcome to Niranthara Creations. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ഡ്രിങ്ക് ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു 20-25 ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതളുകൾ മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഇതളുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വൃത്തിയാക്കാം. ഇതുപോലെ ഇതളുകളൊക്കെ മാറ്റി നമുക്കൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് വേണ്ട, ഇതിപ്പോൾ ഇതിനാവശ്യമില്ല, ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാ പൂവിൻ്റെ ഇതളുകളും നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല ഔഷധ ഗുണമുള്ള ഒരു പൂവാണ് ചെമ്പരത്തി പൂവ്. ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം. അങ്ങനെ എല്ലാ ഇതളുകളും മാറ്റി കഴിഞ്ഞു. ഇനി ഇത് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. പൂവിൽ കുറേ പ്രാണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഉറുമ്പും എട്ടുകാലിയും എല്ലാം ഉണ്ടാവും, എല്ലാം നന്നായിട്ട് വൃത്തിയാക്കാം. ഇപ്പം നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഞാനിവിടെ 750 ml വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി വെട്ടി തിളക്കട്ടെ. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ഇട്ടാൽ നല്ല രുചിയുണ്ടാവും, ഹെൽത്തി ആണല്ലോ. ഒരു ഗ്രാമ്പ്, ഒരെണ്ണം മതി. വല്ലാതെ ഇട്ടാലൊരു ടേസ്റ്റ് വ്യത്യാസം വരും. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് മാറ്റി വെച്ച ഇതളുകൾ ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് ഇറങ്ങും. ഇനി കുറച്ച് നേരം അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. അപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ആ കളറൊക്കെ വെള്ളത്തിൽ വന്നിട്ടുണ്ടാവും. ഇനി ബാക്കി വന്ന ആ ഇതളുകളൊക്കെ എടുത്ത് മാറ്റാം വെള്ളത്തിൽ നിന്ന്. നല്ല വയലറ്റ് കളറ് വന്നിട്ടുണ്ട് വെള്ളത്തിന്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വയ്ക്കാം. ഈ ഇതളുകളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, എല്ലാം മാറ്റി കഴിഞ്ഞു. നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഇത് ഒന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. ഡയബറ്റീസൊക്കെ ഉള്ളവർ, ഷുഗറുള്ളവരാണെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടിട്ട് കുടിക്കാം കേട്ടോ.
ഇനി നമുക്ക് നേരത്തെ തണുപ്പിച്ച് വെച്ച ചെമ്പരത്തിയുടെ ജ്യൂസ് ഇതിലേക്ക് കാൽ ഗ്ലാസ് ഒഴിച്ചാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഒരാഴ്ച വരെയൊക്കെ ചെമ്പരത്തിയുടെ ജ്യൂസ് നമുക്ക് എടുത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ മുഴുവൻ പിഴിഞ്ഞ് കുരുവൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുഴുവൻ നാരങ്ങ പിഴിഞ്ഞതാണിത്. അതിൽ 1 സ്പൂണ് ചേർത്താൽ മതി ഈ വെള്ളത്തിലേക്ക്. ആ സമയത്ത് നമുക്ക് കളർ ചേഞ്ച് കാണാം. ഇപ്പം നേരത്തെ വയലറ്റായിട്ടിരുന്ന വെള്ളം ഇപ്പോൾ ഒരു ചുവപ്പ് കളറായി മാറിയിട്ടുണ്ട്. പഞ്ചസാര കലിയാൻ വേണ്ടി നമുക്ക് നന്നായി കലക്കി കൊടുക്കാം. കണ്ടില്ലേ കളർ ചേഞ്ച് ആയത്? നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കുമ്പോൾ ചെമ്പരത്തി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചപ്പോൾ നല്ല വയലറ്റ് നിറമായിരുന്നു. ഇപ്പോൾ നാരങ്ങ നീര് ചേർത്തപ്പോഴേക്കും ചുവപ്പ് നിറമായി മാറി. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബേസിൽ സീഡ്സ് ഉണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ജ്യൂസ് കുടിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇട്ടാൽ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്കാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് വീഡിയോൻ്റെ ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടി എല്ലാവരും കാണണം. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.